സർ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ? എന്താണ് നടക്കാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ നടക്കാനുള്ളതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഈ ഭസ്മാസുരൻ പോലെ അവർ സ്വന്തം തലയിൽ കൈവച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 37 സ്ഫോടനങ്ങൾ, വെടിവെപ്പ് സ്ഫോടനം ഒക്കെ അടക്കം 37 എണ്ണമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ. ഇത് ഈ ട്രെയിൻ ഹൈജാക്കിങ്ങിന് ശേഷം 37 ഇൻസിഡൻസ് ഓഫ് വയലൻസ്, അതിൽ 100 കണക്കിന് ആൾക്കാർ മരിച്ചു. ഇന്നലെയും BLAയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിലെ 100 പേര് മരിച്ചു എന്ന് BLA, 90 പേര് മരിച്ചു എന്ന് TTP, തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയുണ്ട്. ഇവരെല്ലാം ഭീകരരാണ് കേട്ടോ, ഫുൾ ഭീകരന്മാരാണ്. ഭീകരന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയാണ് നമ്മൾ ഈ കാണുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഭീകരന്മാരാണ്, ISI ഭീകരന്മാരാണ്, ബലൂച്ച് ലിബറേഷൻ ആർമി ഭീകരന്മാരാണ്, TTP ഭീകരന്മാരാണ്, മജീദ് ബ്രിഗേഡ് ഭീകരന്മാരാണ്, എല്ലാം ഭീകരന്മാരാണ്. എല്ലാം പാകിസ്ഥാനിലുണ്ട്. അല്ല, പാകിസ്ഥാൻ ഇത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ എക്സ്പോർട്ട് നിന്നുപോയി. ഇന്ത്യ എടുക്കുന്നില്ല, അഫ്ഗാനിസ്ഥാൻ എടുക്കുന്നില്ല, ഇറാൻ എടുക്കുന്നില്ല, അമേരിക്ക തൊടിയിക്കുകയില്ല. സൗദി അറേബ്യ അപമാനിച്ചു ഇവരെ. സൗദി അറേബ്യയുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സുൽത്താൻ പറഞ്ഞു, ബന്ധത്തിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ കുറേ പിച്ചക്കാർ ഇവിടെയുണ്ട്, അവരെ തിരിച്ചെടുത്താൽ നല്ല കാര്യം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ബഗേഴ്സാണ് നിങ്ങൾ, ഒരു കൾച്ചറില്ലാത്ത, നിങ്ങളെ കൊണ്ട് വിഷമിച്ചാൽ. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ആൾക്കാരെ സൗദി അറേബ്യയിൽ എടുക്കില്ല. പാകിസ്ഥാനിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നോ. കാരണം അത്രയ്ക്ക് ശല്യക്കാരാണ്, വൃത്തികെട്ടവരാണ്, പിച്ചക്കാരാണ്. ഈ നമ്മളെ തോണ്ടി പിച്ച ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ല, എന്തെങ്കിലും തരണമെന്ന് മാത്രമല്ല കയ്യിലൊക്കെ പിടിക്കും കയറി. അപ്പം നമുക്ക് വല്ലാത്ത അറപ്പും ഇതുമൊക്കെ, അങ്ങനത്തെ സ്വഭാവക്കാരാണ് എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ പുറത്തെങ്ങും പോകാതെ ഇവർ അകത്ത് തന്നെ അന്യോന്യം അടിച്ചുകൊണ്ടിരിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് മാത്രമാണ് ഇതിലൊരു കോസ് എന്ന് പറയാനുള്ളത് അവർക്കാണ്. കാരണം അവരെ 1948 പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു. അവർക്ക് ഇന്ത്യയോട് യോജിക്കാനായിരുന്നു താല്പര്യം. നമുക്കൊട്ട് താല്പര്യവും ഉണ്ടായിരുന്നുമില്ല, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിന്. ജവഹർലാൽ നെഹ്റുവിന് കഴിയുന്നതും കഷ്ണങ്ങളൊക്കെ പോയി പുള്ളിയുടെ ഒരു സാമ്രാജ്യം മാത്രം കഷ്ടിച്ച് ഡൽഹി മാത്രം കിട്ടിയാൽ സന്തോഷം എന്നുള്ള ടീമായിരുന്നു പുള്ളി. എന്തുവായിക്കോട്ടെ, അത് നടന്നില്ല. പാകിസ്ഥാൻ ഇവരെ ആക്രമിച്ച് കീഴടക്കി. കിഴക്ക് നമ്മളുടെ കാശ്മീരിനെ ആക്രമിക്കുകയും അതിൻ്റെ ഒരു ഏകദേശം 1/3 പോർഷൻ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. പാകിസ്ഥാൻ നിലവിൽ വന്ന് 2-3 ദിവസത്തിനകം തന്നെ അവർ ഈ സ്ഥലങ്ങളും കീഴടക്കി കയ്യിലാക്കി. അന്നു മുതൽ തുടങ്ങിയാണ് ബലൂച്ചിൻ്റെ പ്രശ്നം. അതിടയ്ക്ക് തണുത്ത് കിടക്കും, പിന്നെ വീണ്ടും ചൂടാകും, വീണ്ടും തണുക്കും. അങ്ങനെ വന്ന് ഇപ്പോൾ അത് വലിയൊരു മൂവ്മെൻ്റായിട്ട് മാറി. അവർക്ക് അവരുടെ പട്ടാളം, അവരുടെ സ്ഥലം, അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. പാകിസ്ഥാൻ അവിടെ ഒരു മുഖ്യമന്ത്രിയൊക്കെ വെച്ചിട്ടുണ്ട്. പുല്ലുവിലയാണ്, ആരും വകവയ്ക്കില്ല. എല്ലാവരും ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നതനുസരിച്ചാണ് ബലൂചിസ്ഥാനിലെ മൂവ്മെൻറ്റില്ല. ഇവർ ചൈന, പാകിസ്ഥാൻ ചൈനയെ അവിടെ കൊണ്ടുവന്നിട്ട് ചൈനക്കാരെ ഉപദ്രവിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചൈനയെ കൊണ്ട് നിയന്ത്രണത്തിലാക്കാൻ നോക്കി. തൊട്ട് അടുത്താണ് നമ്മളുടെ ഈ ചാബഹാർ തുറമുഖം. അപ്പോൾ അവിടെ ചൈനക്കാരെ കൊണ്ടുവന്ന് നിർത്തി നോക്കി, രക്ഷയില്ല. ബലൂച്ച് ആർമി ചൈനക്കാരെ കൊന്നു, 10-11 ചൈനക്കാരെ കൊന്നു. കൊന്നപ്പോൾ ചൈന പറഞ്ഞു, ഇനി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പക്ഷേ ആളെ തരാൻ പറ്റില്ല, ഞങ്ങളുടെ ആൾക്കാരെ അവിടെ ഇവിടെയും വെച്ച് കൊല്ലാനായിട്ട് കിട്ടില്ല. അങ്ങനെ ചൈനയുടെ ആൾ സഹായം നിന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടൊരു പ്രസ്താവന ഇറക്കി. ഈ ബലൂച്ചിൽ നടക്കുന്ന കുഴപ്പങ്ങളുടെ ഡിസൈൻ ഞങ്ങളുടെ കിഴക്കൻ അതിർത്തിയിലാണ് നടക്കുന്നത്, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഹാൻഡിലിങ്, എക്സിക്യൂഷൻ നടക്കുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ്, അതായത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നമ്മളും അഫ്ഗാനിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്നു. അയ്യോ ഓടിവായോ, ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഓടി വരാൻ ആളുമില്ല, റഷ്യ തിരിഞ്ഞു നോക്കില്ല, ഇറാൻ നിവൃത്തിയുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഉപദ്രവിക്കുന്നുള്ളതല്ലാതെ ഉപകാരമൊന്നും ചെയ്യില്ല. കാരണം ഇറാൻ ഷിയായാണ്, പാകിസ്ഥാൻ സുന്നിയാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അടിയാണ്. നമ്മളെ കാശ്മീർ അതിർത്തിയിലുള്ള പോലെ തന്നെ അടിയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ.
അപ്പോൾ ഇറാൻ്റെ സഹായമില്ല, റഷ്യ സഹായിക്കാനില്ല. ചൈന ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാശൊക്കെ കൊടുത്ത് സഹായിക്കും. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ചൈനീസ് ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, അതൊന്നും നിലത്തുനിന്ന് പൊങ്ങില്ല. ഈ പാകിസ്ഥാൻ ആർമിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ എയർഫോഴ്സാണ് അവരുടെ പ്രധാനം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എയർഫോഴ്സ് പോയി ബോംബിടുക. ഇപ്പോൾ അവരുടെ തന്നെ നാട്ടിൽ ഈ ട്രെയിൻ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി ബോംബിടാൻ പറ്റും. ബോംബിട്ട് ആ പ്രദേശം മുഴുവൻ നശിച്ചു പോകും. ആരെന്നില്ലാതെ ബോംബിന് ഇന്നാളെന്നില്ലല്ലോ. ശരിക്കും പാകിസ്ഥാനെ UK സഹായിക്കുന്നുണ്ടോ ഒരുപാട്? UK സഹായിക്കാൻ പറ്റിയ ഒരു സ്ഥിതിയിലല്ല UK ചെയ്യുന്ന സഹായം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകുന്നവർക്ക് അവിടെ അഭയം കൊടുക്കും. UK അങ്ങനെയുണ്ട്. ഭൂലോകത്തിലെ സകല പോക്കറുകൾക്കും അഭയം കൊടുക്കുന്ന സ്ഥലം UK ആണ്. അതല്ലാതെ വേറെ എന്ത് സഹായം ചെയ്യാനാണ്? എത്ര ദൂരമാണ് പാകിസ്ഥാനിൽ നിന്ന് UK ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദം. അതുകൂടാതെ അവർ ഈ സെലൻസ്കിയുടെ സിന്ദാബാദ് വിളിക്കാൻ പോയിട്ട് അവിടെ ആകെ കുഴപ്പത്തിലായി നിൽക്കുകയാണ് UK. കയ്യിൽ കാശുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ നാറ്റോ സഖ്യവും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ റഷ്യ ഏത് നിമിഷവും ഏതെങ്കിലും നാറ്റോ സഖ്യ രാജ്യത്തെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് UK ഒക്കെ കഴിയുന്നത്. അതുകൂടാതെ ട്രംപിൻ്റെ ബലപ്രയോഗവും ഒക്കെ ആയിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ആർക്കും സമയമില്ല പാകിസ്ഥാനെ സഹായിക്കാൻ. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെ അനാഥമായിട്ട് പോകാൻ അവർ സമ്മതിക്കുകയില്ല. കാരണം എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് പാകിസ്ഥാനിൽ. അത് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശമായതുകൊണ്ടാണ്. ഭാരതത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ കുഴപ്പങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കണം. മുകളിൽ നേപ്പാൾ, ടിബറ്റ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളത് പാശ്ചാത്യ ശക്തികളുടെയും ചൈനയുടെയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. സർ, ശരിക്ക് ഈ പ്രശ്നങ്ങളിലെല്ലാം ഇന്ത്യക്ക് പങ്കുണ്ടോ? ഈ പങ്കുണ്ട് എന്ന് പറയാനൊരു സുഖമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ പറയും അജ്ഞാതന് നന്ദി, അജ്ഞാതൻ വെടിവെച്ചു. അതൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഈ സംഭവം ഞാൻ പറയട്ടെ. ഇയാളുണ്ടല്ലോ ഹാഫിസ് സയ്യിദ് മരിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവനാണ് ഞാൻ. പക്ഷേ അയാൾ മരിച്ചില്ലായിരുന്നു. കാരണം അത് ഞാൻ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഹാഫിസ് സയ്യിദിൻ്റെ നേർക്ക് ബോംബെറിയുന്നു, അയാളുടെ കാറ് പൊട്ടിത്തെറിക്കുന്നു. ദർ ഈസ് നോ ചാൻസ് ദാറ്റ് ഹി വിൽ സർവൈവ്, ബട്ട് ഹി സർവൈവ്. ഇതാണ് ഹാഫിസ് സയ്യിദ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നടന്ന വെടിവെപ്പ് അത് അജ്ഞാതനും നടത്തിയതൊന്നുമല്ല. 10-16 ആൾക്കാർ ചേർന്നിട്ട് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് അബു ഖത്താൽ മരിക്കുന്നത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹാഫിസ് സയ്യിദിന് പരിക്കേറ്റെന്ന് പറയുന്നു, മരിച്ചു എന്ന് പറയുന്നു, ഒന്നും സംഭവിച്ചില്ല എന്നും പറയുന്നു. ഇതിലേതോ ഒന്ന് ശരിയായിരിക്കും. അത് നമുക്കറിയാനും പറ്റില്ല. കാരണം ഹാഫിസ് സയ്യിദ് പാകിസ്ഥാൻ്റെ കണക്കിൽ ജയിലിലായിരിക്കേണ്ട ആളാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ISPR പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ അവർ ഹാഫിസ് സയ്യിദിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയണമല്ലോ ഹാഫിസ് സയ്യിദിനൊന്നും സംഭവിച്ചിട്ടില്ല, ഹീ ഈസ് ഓക്കെ എന്ന് പറയണമല്ലോ. അവർ ഓക്കെ എന്നോ നോട്ട് ഓക്കെ എന്നോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അജ്ഞാതൻ വെടിവെച്ചു എന്നൊക്കെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇത്തവണ അത് ശരിയല്ല. പക്ഷെ അത് പറയാനൊരു സുഖമുണ്ട്. നമ്മൾ അവനിട്ട് പണി കൊടുത്തു എന്നൊക്കെ. അത് അത്ര നല്ല കാര്യമല്ല. ഒന്ന് ഞാൻ പറയട്ടെ, ബേസിക്കലി ഞാൻ ഈ അജ്ഞാതൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ചെയ്യാനായിട്ട് നമ്മളുടേതായ മാർഗങ്ങളുണ്ട്, നമ്മളുടേതായ അസറ്റുണ്ട്. അത് ക്ലിയർ മെസ്സേജായിട്ട് പോവുകയും ചെയ്യും. അജ്ഞാതനെ കൊണ്ട് വെടിവെച്ചാലൊന്നും ക്ലിയർ മെസ്സേജ് പോവില്ല. അതിനൊക്കെ അതിൻ്റെ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ വേറെയാണ്. ഇതതൊന്നുമല്ല. ഇത് 16 പേരോ മറ്റോ ഉണ്ടായിരുന്നു. അവർ നിന്ന് വെടിവെക്കുകയായിരുന്നു, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെടിവെക്കുകയായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ട് കാണോ? കൊല്ലപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാം. 16 പേര് ഒന്നിച്ച് ഒരു വണ്ടിയിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തായാലും മരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ന്യൂസ് ആദ്യം വരേണ്ടത് ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നാണ്. അബു ഖത്താൽ അല്ല. അബു ഖത്താൽ നമ്പർ 2 ആണ്. നമ്പർ 1 മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരല്ലേ ആദ്യം പുറത്തു വരേണ്ടത്. അബു ഖത്താൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്
അബു ഖത്താലിൻ്റെ കൂടെ ഹാഫിസ് സയ്യിദും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മരിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. സാഹചര്യ തെളിവ് വെച്ചിട്ട് പാകിസ്ഥാൻ ഡിനൈ ചെയ്യാത്തത് കൊണ്ട് ഹാഫിസ് സയ്യിദ് മരിച്ചു കാണാനാണ് വഴി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറയാൻ പ്രയാസമാണ്. ഹാഫിസ് സയ്യിദ് ഇപ്പോൾ പഴയ ലിബിയയിലെ ഗദ്ദാഫിയെ പോലെയാണ്. ഗദ്ദാഫി മരിച്ചു എന്ന് പലരും പറയും. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു, പിന്നീട് കൊന്നുകളഞ്ഞു കേട്ടോ. ബട്ട് ഒരുപാട് തവണ ഇതുപോലെ അപവാദങ്ങൾ കേട്ടതാണ്. ഗദ്ദാഫി മരിച്ചു. കേണൽ മുഹമ്മർ ഗദ്ദാഫി, അങ്ങനെ സാമർഥ്യമുള്ളവരുണ്ട്, അവർക്ക് ആയുസ്സിൻ്റെ ബലവുമുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും മരിച്ചു പോകാത്ത ചില മനുഷ്യർ. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഹാഫിസ് സയ്യിദ്. ബട്ട് ഇത്തവണ പാകിസ്ഥാൻ നിഷേധിച്ചിട്ടില്ല, അതുകൊണ്ട് ഹാഫിസ് സയ്യിദ് മരിച്ചു എന്ന് തീരുമാനിക്കുകയേ മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.